നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ അവരുടെ ഭരണകാലയളവുകളിൽ നടപ്പിലാക്കി വന്നിട്ടുള്ള പദ്ധതികൾ എന്തെല്ലാമാണെന്ന് പങ്കുവയ്ക്കുകയാണ് കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ എൻ്റെ പഞ്ചായത്തിലൂടെ. ഇന്ന് വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി നമ്മോടൊപ്പം ചേരുന്നത് കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷീർ പി, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് എന്നിവരാണ്. എല്ലാവർക്കും എൻ്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പഞ്ചായത്തിൽ ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് കോഴിക്കോട് ജില്ലയിലേക്കാണ്. ചേളന്നൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം പങ്കുവയ്ക്കാനായി പ്രസിഡന്റ് നൌഷീർ പി ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ നൌഷീർ. നമസ്കാരം. ചേളന്നൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു അഭിമാനത്തിന്റെ നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനം ഇതാ നടക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഈ ഒരു നേട്ടം പഞ്ചായത്ത് കൈവരിച്ചത്? മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പഞ്ചായത്ത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നേട്ടമല്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അതിന്റെ പിന്നിൽ നടത്തിയ വലിയ ഒരു പ്രവർത്തനത്തിന്റെ റിസൾട്ടാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹരിതം സുന്ദരം എൻ്റെ ചേളന്നൂർ എന്ന് പറയുന്ന വലിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് നടത്തിയ കൂട്ടായ്മയുടെ ഫലമാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയിട്ട് പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ചുകൊണ്ട് പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നത്. എല്ലാ വീടുകളിൽ നിന്നും ഹരിതകർമ്മസേന അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുകയും 100% വീടുകളിൽ നിന്നും യൂസേഴ്സ് ഫീ കലക്ട് ചെയ്യുന്ന പഞ്ചായത്തായി മാറുകയും അതേ രീതിയിൽ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉറവിടത്തിൽ തന്നെ അതിന്റെ സംസ്കരണ യൂണിറ്റ് തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ 100% വീടുകൾക്കും കമ്പോസ്റ്റ് പിറ്റോ അല്ലെങ്കിൽ റിംഗ് കമ്പോസ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജൈവ മാലിന്യ സംസ്കരണ യൂണിറ്റോ ഉറപ്പുവരുത്തുന്ന പ്രവർത്തനവും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ഈ ഹരിതം സുന്ദരം എൻ്റെ ചേളന്നൂർ എന്ന് പറയുന്ന മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മാലിന്യമുക്ത പഞ്ചായത്തിന്റെ പ്രഖ്യാപനം ഇന്ന് നടക്കാൻ പോവുകയാണ്. അതിലേക്കുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് പോലെ തന്നെ കാർഷിക രംഗത്ത് വലിയ രീതിയിൽ നെൽകൃഷിയുള്ള പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിനെ തരിശുരഹിതമാക്കാനുള്ള ശ്രമങ്ങളിലൂടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൂർണ്ണമായും തരിശുരഹിത പഞ്ചായത്താക്കിക്കൊണ്ട് കൃഷിയിൽ വലിയ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പഞ്ചായത്ത് നടത്തുന്ന ശ്രമങ്ങൾ എന്തെല്ലാമാണ്? അത് കഴിഞ്ഞ 2 വർഷത്തെ പദ്ധതികളിലും അതുമായി ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെയധികം ഫണ്ട് ആ മേഖലയിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് കാർഷിക മേഖലയിൽ ചെലവഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലേക്ക് മാറ്റിവെച്ച വിഹിതം കഴിഞ്ഞ വർഷവും ഈ സാമ്പത്തിക വർഷവും തൊട്ടു മുമ്പത്തെ സാമ്പത്തിക വർഷവും ഒക്കെ തന്നെ 100% പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഒരു പഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്ത്. കഴിഞ്ഞ വർഷം ഏകദേശം 20 ഏക്കറോളം തരിശായി കിടക്കുന്ന നെൽവയലുകൾ നെൽകൃഷി നടത്തിയിട്ട് വലിയ റിസൾട്ട് അതിന് പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ രീതിയിൽ ഓരോ വർഷവും തരിശ് നെൽകൃഷിക്ക് വേണ്ടിയിട്ട് ഏകദേശം ഈ പദ്ധതിയിൽ നിന്നും നല്ലൊരു വിഹിതം മാറ്റിവെക്കുകയും കർഷകർക്ക് അതിനു വേണ്ട പ്രചോദനം കൊടുക്കുകയും ചേളന്നൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ അതിനുള്ള എല്ലാവിധ സഹായങ്ങളും ലഭ്യമാവുകയും ചെയ്തുകൊണ്ട് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ ഉദാഹരണം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല കൃഷി അസിസ്റ്റന്റ് നമ്മുടെ പഞ്ചായത്തിലുള്ള കൃഷിഭവനിലുണ്ടായിരുന്നു. ജയ്സൽ എന്ന് പറയുന്ന കൃഷി അസിസ്റ്റന്റ് ആയിരുന്നു. ആ രീതിയിലേക്ക് വലിയ റിസൾട്ട് കാർഷിക മേഖലയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പച്ചക്കറി കൃഷിയിൽ ജില്ലയിൽ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷം 1ാം സ്ഥാനത്ത് നിലനിൽക്കുന്ന പഞ്ചായത്ത് ചേളന്നൂർ ഗ്രാമപഞ്ചായത്താണ് എന്ന് ഏറെ അഭിമാനത്തോട് കൂടിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കാർഷിക മേഖലയോടൊപ്പം തന്നെ ചേർത്ത് ചോദിക്കേണ്ട ഒരു വിഭാഗമാണ് ജലക്ഷാമം, അല്ലെങ്കിൽ പൂർണ്ണമായും ജലസേചനത്തിനും അതുപോലെ തന്നെ കുടിവെള്ളത്തിനും എങ്ങനെയാണ് ഈ ജലലഭ്യത കണ്ടെത്തുന്നത്? സാധാരണയായി വരൾച്ചയോ അതുപോലുള്ള ജലക്ഷാമമോ നേരിടുന്ന ഒരു പഞ്ചായത്താണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആ ജലക്ഷാമത്തെ പഞ്ചായത്ത് നേരിടുന്നത്? ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജലജീവൻ മിഷൻ പദ്ധതി നേരത്തെ ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്നുള്ള രീതിയിൽ പല പഞ്ചായത്തുകളിലും നടപ്പിൽ വരുത്തിയപ്പോൾ പെരുവണ്ണാമൊഴി ഡാമിൽ നിന്നും കോഴിക്കോട് നഗരത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന വഴി ചേളന്നൂർ പഞ്ചായത്ത് വഴിയാണെങ്കിലും ചേളന്നൂർ പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രവർത്തനവും നടന്നിരുന്നില്ല.
ഇത് കംപ്ലീഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലമുടമകളും അതേ രീതിയിൽ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കുന്നതിന് പൈപ്പ് ഇടുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തർക്കങ്ങൾ നിലനിൽക്കുകയായിരുന്നു. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ആ തർക്കങ്ങളൊന്നും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നെങ്കിലും പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് ഈ ടാങ്ക് നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് വലിയ പൈപ്പ് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം വിട്ടു നൽകുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന തർക്കങ്ങൾ, ഒരു ഭാഗത്ത് ചേളന്നൂർ SM കോളേജിന്റെ സ്ഥലമുടമകളായിരുന്നു, മറുഭാഗത്ത് കുറെ താമസക്കാരായിരുന്നു. ഇവരെയൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തിക്കൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്ന് ഏകദേശം 5000-ഓളം വീടുകളിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ പേരിൽ അറിയപ്പെടുന്ന ജലജീവൻ മിഷന്റെ പദ്ധതി പ്രകാരം കുടിവെള്ളം എത്തിക്കാനും ചേളന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിന് സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരുടെ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനം കൊണ്ട് പല ഭാഗത്തും ഇന്ന് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ പലയിടങ്ങളിലും ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന കാര്യക്ഷമത ഇല്ലായ്മയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തവണ നമ്മൾ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്തെങ്കിലും അതിനെ ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അത് സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു ഇടപെടൽ ആ മേഖലയിൽ ഉണ്ടാവുകയാണെങ്കിൽ പരിപൂർണമായിട്ട് വെള്ളം കൊടുക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് ചേളന്നൂർ പഞ്ചായത്തിന് മാറാൻ സാധിക്കും. സ്ത്രീ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീ അതുപോലെ തന്നെ അയൽക്കൂട്ടം പോലുള്ളവയെല്ലാം പ്രവർത്തിച്ചു വരുന്ന ഒരു പഞ്ചായത്താണ്. ഈ വനിതകളെ കൂടുതൽ ശാക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി വാഹനം നൽകുന്ന പദ്ധതി, അതുപോലെ തന്നെ അവർക്ക് തൊഴിൽ സംരംഭങ്ങൾ നൽകുന്ന പദ്ധതികളൊക്കെ പഞ്ചായത്ത് ആവിഷ്കരിച്ചു വരുന്നുണ്ടല്ലോ. അത്തരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സംരംഭങ്ങൾ, അതുപോലെ തന്നെ വാഹന പദ്ധതികൾ മുതലായവ എന്തെല്ലാമാണ്? കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നല്ല കുടുംബശ്രീ സംരംഭക യൂണിറ്റിനുള്ള അവാർഡ് ഈ വർഷം ലഭിച്ചിരിക്കുന്നത് ചേളന്നൂർ പഞ്ചായത്തിൽ ഒളോപ്പാവയിൽ പ്രവർത്തിക്കുന്ന ഒരു വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റിനാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതകൾ മാത്രം 5 വനിതകൾ മാത്രമുള്ള ഒരു സംരംഭമാണ്. ഈ രീതിയിൽ ഒരുപാട് ചെറുകിട സംരംഭങ്ങൾ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പഞ്ചായത്ത് ഫണ്ടിൽ ഉൾപ്പെടുത്തിയും അല്ലാതെ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമൊക്കെ നമുക്ക് ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പാറ പഞ്ചായത്തിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിൽ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഉണ്ട്. ആ റെസ്റ്റോറന്റ് സംവിധാനം ചെയ്തിരിക്കുന്നത് കുടുംബശ്രീയുടെ ഒരു വനിതാ സംരംഭക യൂണിറ്റ് ആണ്. ഇങ്ങനെ പല മേഖലയിലും വനിതകളെ ശാക്തീകരിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പദ്ധതികൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഇപ്പോ നിങ്ങൾ തന്നെ കാണിക്കുന്ന ചിത്രത്തിൽ നമുക്ക് കാണാം ഓട്ടോറിക്ഷ. വനിതകൾക്ക് വേണ്ടിയിട്ട് ആണ് ഓട്ടോറിക്ഷ വിതരണം ചെയ്തിരിക്കുന്നത്. ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് വനിതാ ഓട്ടോ എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിൽ വെച്ചിരിക്കുന്നത്. അതിന്റെ കൂടെ നമുക്ക് കാണാം 2 വീലറുകൾ. സ്വയം സംരംഭകത്വം നടത്തുന്ന വനിതകൾക്ക് അവർക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 വീലറുകൾ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് 2 വീലർ അനുവദിക്കുന്ന പദ്ധതികൾ നമുക്ക് ആരംഭിക്കാൻ സാധിച്ചു. ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിൽ സാന്ത്വന പരിചരണ രംഗത്തും അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുമായി പഠനോപകരണങ്ങൾ നൽകുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ, അത്തരത്തിൽ സാന്ത്വന പരിചരണ രംഗത്തും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായുള്ള രംഗത്തും എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്? ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പോലുള്ളവയുടെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ഫലപ്രദമായി പഞ്ചായത്ത് നടത്താൻ സാധിക്കുന്നുണ്ട്? 46ഓളം വിദ്യാർത്ഥികൾ ഉള്ള ഒരു ബഡ്സ് സ്കൂൾ കം റീഹാബിലിറ്റേഷൻ സെന്റർ പഞ്ചായത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നമുക്ക് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന്, ബഡ്സ് സ്കൂളിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എണ്ണം 20 പേരുണ്ടെങ്കിൽ മാത്രമേ അത് ബഡ്സ് സ്കൂൾ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടൂ എന്നുള്ള ഒരു നിയമാവലി ഇപ്പൊ നിലനിൽക്കുന്നത് കൊണ്ട് ബഡ്സ് സ്കൂളിന് നേരത്തെ ലഭ്യമായിരുന്ന പല സാമ്പത്തിക സഹായങ്ങളും ഭാവിയിൽ ലഭ്യമാകുമോ എന്നുള്ളത് ആശങ്ക ഉളവാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം 46ഓളം കുട്ടികൾ ഇന്നും ബഡ്സ് സ്കൂൾ പഠിക്കുന്നു. അവർ പ്രായം കൊണ്ട് ഒരു പക്ഷേ 18 ലിമിറ്റ് ബ്രേക്ക് ചെയ്ത ആളുകളായിരിക്കും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അവരുടെ മാനസിക നിലവാരം കൊണ്ടും അവരുടെ മറ്റ് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഒക്കെ 18-ന് താഴെയുള്ള ആളുകളുടെ
പിന്നെ അല്ലെങ്കിൽ അതിലും ചെറിയ രീതിയിലേക്ക് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന തരത്തിലേക്ക് ഉള്ള ആളുകളായിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അവരെ കുട്ടികളായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലോ ചെയ്തു കൊടുത്താലോ മാത്രം അത് അനുസരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ജീവിത രീതിയാണ് അവര് തുടർന്നു വരുന്നത്. അപ്പോ ഈ 46 കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളെ ഭേദമില്ലാതെ അവരെ കുട്ടികളായി തന്നെ കാണണമെന്നും ബഡ്സ് സ്കൂൾ പദവി നിലനിർത്തി പോകണമെന്നുമുള്ള ആവശ്യം സർക്കാരിന്റെ മുന്നിൽ ഞങ്ങള് പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്നതിന് ശേഷം സർക്കാരിന്റെ മുന്നിൽ അപ്പീലായിട്ട് കൊടുത്തിരിക്കുകയാണ്. കേരളത്തിലെ ഒരുപാട് പഞ്ചായത്തുകൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണിത്. 18 വയസ്സിന് താഴെയുള്ള 20 കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ബഡ്സ് സ്കൂളായിട്ട് ട്രീറ്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ബഡ്സ് സ്കൂളുകളെ അത് ബാധിക്കും. ഇങ്ങനെയുള്ള 26 കുട്ടികൾ അവര് ഈ പ്രായത്തിന്റെ അപ്പുറത്തേക്കുള്ള ഈ കുട്ടികളെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും, അതിനെ എന്ത് മാർഗം മറ്റ് അവലംബിക്കാൻ സാധിക്കും എന്നുള്ളത് വലിയ ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഇത്തരത്തിൽ പഞ്ചായത്തിൽ ലൈഫ്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന പോലുള്ള ഭവന പദ്ധതികളുടെ നടത്തിപ്പ് അത് എത്ര ശതമാനം വരെ ആയിട്ടുണ്ട്? കൃത്യമായി അർഹരായവരെ കണ്ടുപിടിച്ച് ഈ വീടുകൾ നിർമ്മിച്ച് നൽകുന്ന പദ്ധതി എത്രത്തോളം പൂർത്തീകരിക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ട്? അതുപോലെ തന്നെ അർഹരായവരെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ആ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാമോ? ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ നമ്മള് 2020 ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളും അതിന് മുമ്പത്തെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളും പരിപൂർണമായിട്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഗ്രിമെന്റ് വെക്കാനും പ്രവൃത്തി ആരംഭിക്കാനും സാധിച്ച ഒരു പഞ്ചായത്താണ് ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത്. പ്രവൃത്തി ആരംഭിച്ച ആളുകൾക്ക് മുഴുവൻ 1ാം ഘട്ടവും 2ാം ഘട്ടവും ഒക്കെ സാമ്പത്തികമായിട്ട് അവർക്ക് വിവിധ ഘട്ടങ്ങളിൽ ലഭ്യമാക്കേണ്ട ഫണ്ടുകൾ ലഭ്യമാക്കാൻ വേണ്ടി പഞ്ചായത്ത് മുൻകൈ എടുക്കുന്നുണ്ട്. പഞ്ചായത്ത് ഫണ്ടിൽ ഉൾപ്പെടുത്തിയും ജില്ലാ പഞ്ചായത്തിനെയും ബ്ലോക്ക് പഞ്ചായത്തിനെയും ഉപയോഗപ്പെടുത്തിയും സംസ്ഥാന വിഹിതവും കേന്ദ്ര വിഹിതവും ഒക്കെ ഉപയോഗപ്പെടുത്തി ഇപ്പോൾ PMAY-യിൽ കൂടി പരമാവധി ആളുകൾക്ക് വീട് നൽകുന്നതിന് വേണ്ടി ആ ലിസ്റ്റ് പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്ക് സംജാതമായിട്ടുണ്ട്. പഞ്ചായത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ വളരെ കൃത്യതയോടെ തന്നെ നടത്തിവരുന്നുണ്ട്. പ്രത്യേകിച്ചും ജൽജീവൻ മിഷനിലെല്ലാം മാലിന്യ നിർമ്മാർജ്ജന രംഗത്തായാലും മാതൃകപരമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. ഇനി ഭാവിയിലേക്കായി കരുതി വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നടപ്പാക്കണം എന്ന രീതിയിൽ പഞ്ചായത്ത് നടപ്പു വർഷത്തിലേക്കായി കരുതി വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ മാലിന്യമുക്ത പഞ്ചായത്ത് എന്നുള്ളത് 100% പരിപൂർണമായിട്ട് നടപ്പിൽ വരുത്തുക. അത് വെറും പ്രഖ്യാപനത്തിൽ അപ്പുറത്തേക്ക് അതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട മാറ്റങ്ങൾ, നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ, ആ മാറ്റങ്ങളൊക്കെ സമൂഹത്തിലെ പൂർണ്ണ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഒരു പരിഷ്കൃത സമൂഹമായിട്ട് നമുക്ക് പെരുമാറാൻ കഴിയുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ജനങ്ങളെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യത്തോട് കൂടിയിട്ട് പഞ്ചായത്ത് നോക്കിക്കാണുന്നത്. അതേ രീതിയിൽ അതിന്റെ ഭാഗമായി തന്നെ ആരോഗ്യരംഗത്ത് നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആരോഗ്യരംഗത്ത് പകർച്ചവ്യാധിയെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മാലിന്യം വലിച്ചെറിയൽ ശീലം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ പകർച്ചവ്യാധിക്കെതിരെ വലിയൊരു പ്രതിരോധമാക്കിയിട്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ മാറ്റങ്ങൾ ഉണ്ടാവും, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവും, സമൂഹത്തിന്റെ ബിഹേവിയറിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ വലിയ ഒരു പരിഷ്കൃതമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന അനുഭവ സമ്പത്തുള്ള ഒരു ജനതയെ നമ്മുടെ പ്രദേശത്ത് മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളുമൊക്കെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷിർ പങ്കുവച്ചത്. എല്ലാവിധ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.